മാറ്റ്കമ്പിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് 74/2024 മലയാളം ക്വസ്റ്റ്യൻ പേപ്പർ. അതിനകത്ത് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ആൻഡ് റീസണിംഗ് പാർട്ടിൽ നിന്ന് ചോദിച്ച ആ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് 20 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. അതായത് 10 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് വേറെ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു. വീഡിയോ യൂസ്ഫുൾ ആവുമെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലെ ഇൻഫോർമേറ്റീവ് കണ്ടന്റ്സ് ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അതുകൂടി കമന്റ് ചെയ്യുക. സോ ഒന്നാമത്തെ ചോദ്യം ഇങ്ങനെയാണ്: 32 സ്ക്വയർ 32ന്റെ സ്ക്വയർ 1024 ആയാൽ 0.001024ന്റെ വർഗ്ഗമൂലം എത്ര? നമ്മൾ കണ്ടുപിടിക്കേണ്ടത് സ്ക്വയർ റൂട്ട് ഓഫ് 0.001024 ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. സോ 32ന്റെ സ്ക്വയർ 1024 ആണെങ്കിൽ 1024ന്റെ സ്ക്വയർ റൂട്ട് എന്ന് പറയുന്നത് 32 ആയിരിക്കും. ഓക്കെ, റൈറ്റ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ കിട്ടുന്ന നമ്പറുകൾ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നോക്കാം. ഇവിടെ മൊത്തം എത്രയുണ്ട്? 2, 4, 6 6 ഡെസിമൽ പ്ലേസസ് ആണ് ഉള്ളത്. 6 ഡെസിമൽ പ്ലേസുകളാണ് നമുക്ക് ഇതിനകത്ത് ഉള്ളത്. സോ നമുക്ക് ഇതിനെ രണ്ട് രീതിയിൽ ചെയ്യാനായിട്ട് പറ്റും. സോ 6 ഡെസിമൽ പ്ലേസ് ഉണ്ടെങ്കിൽ അതിന്റെ പെർഫെക്റ്റ് സ്ക്വയർ എടുക്കും, അതിന്റെ സ്ക്വയർ റൂട്ട് എടുക്കുമ്പോൾ അതിനകത്ത് 3 ഡെസിമൽ പ്ലേസ് ആയിരിക്കും ഉണ്ടാവും. അതായത് 6 ഡെസിമൽ പ്ലേസുകൾ ഉണ്ടെങ്കിൽ അതിന്റെ റൂട്ട് എടുക്കുമ്പോൾ 3 എണ്ണം ഉണ്ടാവും. പെർഫെക്റ്റ് സ്ക്വയർ ഉള്ള കേസിലാണ് നമ്മൾ ഈ പറയുന്നത്. അപ്പൊ 4 എണ്ണമാണ് ഉള്ളതെങ്കിൽ എത്ര എണ്ണം കാണും? 2 എണ്ണം ഉണ്ടാവും. ഇവിടെ 6 എണ്ണം ഉള്ളതുകൊണ്ട് 3 ഡെസിമൽ പ്ലേസുകൾ ഉണ്ടാവും. അപ്പം 1024ന്റെ റൂട്ട് 32 ആണെങ്കിൽ 32നകത്ത് 3 ഡെസിമൽ പ്ലേസുകൾ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുക. 32ന് 3 ഡെസിമൽ പ്ലേസുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത് വരും. 1, 2, പിന്നെ ഒരു 0 കൂടി. ഇപ്പൊ 3 ഡെസിമൽ പ്ലേസുകളെ. അപ്പൊ 0.032. അപ്പം സ്ക്വയർ റൂട്ട് ഓഫ് 001024 എന്ന് പറയുന്നത് 0.032 ആയിരിക്കും. ഓപ്ഷൻ ബി ആണ് ഇവിടുത്തെ ആൻസർ ആയിട്ട് വരിക. അല്ലെങ്കിൽ വേറൊരു രീതിയിൽ എഴുതാം. ഈ തന്നിരിക്കുന്ന നമ്പറിനെ 10ന്റെ പവർ ആയിട്ട് എഴുതാനായിട്ട് പറ്റും. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? ഇതിനെ നമുക്ക് സ്ക്വയർ റൂട്ട് ഓഫ് 1024 ഇൻറ്റു 10⁻⁻6 എന്ന് എഴുതാം. 1024 ഇൻറ്റു 10⁻⁻6. 1024ന്റെ റൂട്ട് എന്ന് പറയുന്നത് 32 ആണ്. 10⁻⁻6ന്റെ റൂട്ട് എന്ന് പറയുന്നത് -6 ആണെങ്കിൽ അതിന് നേരെ പകുതി. അപ്പൊ എന്ത് വരും? 10⁻⁻, അതായത് 6ന് നേരെ പകുതി -3 വരും. 32 ഇൻറ്റു 10⁻⁻3 എന്ന് വരും. അതായത് 0.032 എന്ന് കിട്ടും. ഇതിലേത് മെത്തേഡിൽ വേണമെങ്കിലും നമുക്ക് ആൻസർ കണ്ടുപിടിക്കാവുന്നതാണ്. രണ്ടാമത്തെ ചോദ്യം: 28 എന്ന ഭാജ്യസംഖ്യയുടെ ഘടകങ്ങളുടെ എണ്ണം എത്ര? സോ ഇങ്ങനെ ഒരു ചോദ്യം തന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം വെച്ചാൽ ഈ 28 എന്ന് പറയുന്ന നമ്പറിന്റെ ഏതെങ്കിലും ഒരു ഫാക്ടറിനെ എടുക്കാം. സോ നമ്മൾ 28ന്റെ ഫാക്ടർ 7 ഇൻറ്റു 4. 7 ഇൻറ്റു 4 ഇല്ലാതെ ഏതെങ്കിലും ഒരു പെർഫെക്റ്റ് സ്ക്വയർ ഉണ്ടോ എന്ന് നോക്കി. 4 ഒരു പെർഫെക്റ്റ് സ്ക്വയർ. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? 7 ഇൻറ്റു 2 സ്ക്വയർ എന്ന് എഴുതാനായിട്ട് പറ്റും. 7 ഇൻറ്റു 2 സ്ക്വയർ. അപ്പൊ ഇതെന്താണ്? 7⁻1 ഇൻറ്റു 2 സ്ക്വയർ എന്ന് വരും. അപ്പൊ നമ്മൾ ഇങ്ങനെ ഏറ്റവും സിംപ്ലിഫൈഡ് ഫോമിൽ എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഓരോ നമ്പറിന്റെയും പവറിനോട് കൂടി 1 കൂട്ടുക. അപ്പൊ 2ന്റെ പവർ എത്രയാണ്? 2 ആണ്. അതിനോട് കൂടി 1 കൂട്ടിയത് 3 കിട്ടും. 7ന്റെ പവർ എത്രയാണ്? 1 ആണ്. അതിനോട് കൂടി 1 കൂട്ടിയാൽ നമുക്ക് എത്ര കിട്ടും? 2 കിട്ടും. അതിനെ 2 മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ എന്ത് കിട്ടും? 3 2 6. 6 ആയിരിക്കും ഇവിടുത്തെ ഫാക്ടറുകളുടെ എണ്ണം എന്ന് പറയുന്നത്. തന്നിരിക്കുന്ന നമ്പറിനെ നമ്മൾ ഫാക്ടറൈസ് ചെയ്ത് എഴുതുക. ഫാക്ടറൈസ് ചെയ്ത് എഴുതുമ്പോൾ നമ്മളൊരു പെർഫെക്റ്റ് ഏറ്റവും സിംപ്ലസ്റ്റ് ഫോമിൽ പെർഫെക്റ്റ് സ്ക്വയർ ഫോമിൽ എഴുതാനായിട്ട് നമ്മൾ ശ്രമിക്കുക. നമ്മൾ എഴുതി കഴിഞ്ഞ് കഴിയുമ്പോൾ 2 സ്ക്വയർ ഇൻറ്റു 7⁻1 എന്ന് വന്നു. അപ്പൊ 2 സ്ക്വയർ. അപ്പം ആ 2ന്റെ പവർ എത്രയാണ്? 2. അതിനോട് കൂടി 1 കൂട്ടുക. അപ്പൊ 3 കിട്ടും. 7ന്റെ പവർ എത്രയാണ്? 1. അതിനോട് കൂടി 1 കൂട്ടുക. അപ്പൊ 2 കിട്ടും. അപ്പൊ 3 × 2 6 എന്ന് പറഞ്ഞ് കിട്ടും. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? 28നെ 7 × 4 എന്ന് എഴുതാം. 7 × 4 പോലെ നമുക്ക് 14 × 2 എന്ന് എഴുതാം. അല്ലെങ്കിൽ 28 × 1 എന്ന് എഴുതാം. അപ്പൊ എത്ര ഫാക്ടർ കിട്ടി? മൊത്തം 6 ഫാക്ടർ കിട്ടി. ഇങ്ങനെ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഉത്തരത്തിലേക്ക് എത്താനായിട്ട് പറ്റുന്നതാണ്. മൂന്നാമത്തെ ചോദ്യം നോക്കിയേ. മൂന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് 3 + 6 + 9 till 180 ആണ് നമ്മളോട് തന്നിരിക്കുന്നത്. സോ ബേസിക്കലി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇത് ശരിക്കും പറഞ്ഞ ഒരു അരിത്തമെറ്റിക് ശ്രേണി, ഒരു സമാന്തര ശ്രേണിയാണ്. 3നോട് കൂടി 3 കൂട്ടിയാൽ 6 കിട്ടും. 6നോട് കൂടി 3 കൂട്ടിയാൽ 9 കിട്ടും. അങ്ങനെ പോയിരിക്കും. അപ്പൊ ഇതൊരു സമാന്തര ശ്രേണിയാണ്. ഈ സമാന്തര ശ്രേണിയുടെ കോമൺ ഡിഫറൻസ് എത്രയാ? 3 വീതം കൂടി പോകുന്നു. ഈ സമാന്തര ശ്രേണിയുടെ ആദ്യത്തെ ടേം എത്രയാ? ആദ്യത്തെ ടേം എന്ന് പറയുന്നത് 3 ആണ്. അങ്ങനെയാണെങ്കിൽ ഈ സമാന്തര ശ്രേണി, അതായത് 3 ആദ്യത്തെ ടൈമായും 180 അവസാനത്തെ ടൈമായി വരുന്ന ഒരു സമാന്തര ശ്രേണിയുടെ തുകകളുടെ സം അല്ലെങ്കിൽ ടേമുകളുടെ സമ്മ കണ്ടുപിടിച്ചാൽ മതി. അപ്പൊ ഇത് ആദ്യം നമുക്ക് എത്ര ടൈം ഉണ്ടെന്ന് നോക്കാം. നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? നമ്പർ ഓഫ് ടേംസ് ഈക്വൽ ടു ലാസ്റ്റ് ടേം മൈനസ് ഫസ്റ്റ് ടേം ഡിവൈഡ് ബൈ കോമൺ ഡിഫറൻസ് പ്ലസ് 1 ഈക്വൽ ടു n. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? n ഈസ് ഈക്വൽ ലാസ്റ്റ് ടേം 180
-3 ഡിവൈഡ് ബൈ 3 പ്ലസ് 1. 180 - 3 എന്ന് പറയുന്നത് എന്ത് വരും? 177 ഡിവൈഡഡ് ബൈ 3 പ്ലസ് 1. 177 ഡിവൈഡ് ബൈ 3 എന്ന് പറയുമ്പോൾ 59 പ്ലസ് 1 60 എന്ന് കിട്ടി. 60 ടൈംസ് ഉള്ള ഒരു സീക്വൻസ്. ആദ്യത്തെ ടൈം എന്ന് പറയുന്നത് 3, അവസാനത്തെ ടൈം എന്ന് പറയുന്നത് 180. സം ഓഫ് ദ ടൈംസ് എന്ത് കിട്ടും? Sn ഈക്വൽ ടു n/2 പ്ലസ് ലാസ്റ്റ് ടേം പ്ലസ് ഫസ്റ്റ് ടേം. അപ്പൊ എന്ത് എഴുതാം? നമ്പർ ഓഫ് ടൈംസ് എന്ന് പറഞ്ഞാൽ 60 ആണെന്ന് കിട്ടി. 60/2 ഇൻറ്റു ലാസ്റ്റ് ടൈം എന്ന് പറയുന്നത് 180, ഫസ്റ്റ് ടൈം എന്ന് പറയുന്നത് 3. 60നെ 2 ക്യാൻസൽ ചെയ്താൽ 30 കിട്ടും. സോ നമുക്ക് എന്ത് കിട്ടി? 30 × 183 എന്ന് പറയുന്നത് 5490 എന്ന് കിട്ടും. സോ ആൻസർ എന്ത് വന്നു? ഓപ്ഷൻ എ ആയിട്ട് വന്നു. ആൻസർ ഓപ്ഷൻ എ ആയിട്ട് വന്നു. അടുത്ത ചോദ്യം നോക്കി. 3 × 10 പ്ലസ് 5 × 1 പ്ലസ് 8/10 പ്ലസ് 3/1000. സോ ബേസിക്കലി നമ്മളിവിടെ നോക്കുമ്പോൾ നമുക്കിത് എന്ത് മനസ്സിലാക്കാനായിട്ട് പറ്റും? 3 × 10 ഇവിടെ നമ്മൾ ഉപയോഗിക്കേണ്ടത് ബോർഡ് മാസ് റൂളാണ്. ബോർഡ് മാസ് റൂൾ അനുസരിച്ച് ബ്രാക്കറ്റ് ഓഫ് ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, അഡീഷൻ, സബ്സ്ട്രാക്ഷൻ. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കുമ്പോൾ എന്തറിയാം? ഇവിടെ ഡിവിഷൻ ഇല്ല. ഡിവിഷൻ എന്ന് വെച്ചാൽ ഫ്രാക്ഷൻ ഉണ്ട് എങ്കിൽ പോലും, അല്ലാതെ മൾട്ടിപ്ലിക്കേഷൻ ഉണ്ട്. 3 × 10 ഈക്വൽ ടു 30. 5 × 1 ഈക്വൽ ടു 5. കറക്റ്റ്. പിന്നെയുള്ളത് 8/10 പ്ലസ് 3/1000 ആണ്. അപ്പൊ നമ്മളിന്റെ ഡിനോമിനേറ്റർ സെയിം ആക്കാനായിട്ട് 8/10 കേസിൽ ന്യൂമറേറ്ററിലെ ഡിനോമിനേറ്ററിനെയും 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് കിട്ടും? 800 ഡിവൈഡഡ് ബൈ 1000 എന്ന് കിട്ടും. 800 ഡിവൈഡഡ് ബൈ 1000 എന്ന് കിട്ടും. 30 + 5 35 പ്ലസ് 800/1000 പ്ലസ് 800/1000 പ്ലസ് 3/1000 എന്ത് കിട്ടി? 803 ഡിവൈഡഡ് ബൈ 1000 എന്ന് കിട്ടും. നമ്മളിതിനെ ക്രോസ് ചെയ്താൽ പോരെ. ക്രോസ് ചെയ്ത് എന്ത് കിട്ടും? 35 × 1000. 35 × 1000 എന്ന് പറയുമ്പോൾ 35,000 പ്ലസ് 803 ഡിവൈഡഡ് ബൈ 1000. ഇപ്പൊ എന്ത് കിട്ടി? 35,803 ഡിവൈഡഡ് ബൈ 1000. 1000 കൂടെ ഡിവിഷൻ ആയതുകൊണ്ട് 3 ഡെസിമൽ പ്ലേസുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുക. അപ്പൊ എന്ത് കിട്ടും? 35.803. കറക്റ്റാ? അപ്പൊ എന്ത് കിട്ടി? ഓപ്ഷൻ ഡി ആയിരിക്കും ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം നോക്കിയാൽ, എക്സിന്റെ 15% വൈയുടെ 40% തുല്യമായാൽ x/y കണ്ടുപിടിക്കാം. അപ്പൊ നമ്മൾ നോക്കി, എക്സിന്റെ 15%, എക്സ് ഇൻറ്റു 15/100, അതാണ് എക്സിന്റെ 15% എന്ന് പറയുന്നത് വൈയുടെ 40%. y ഇൻറ്റു 40/100. 100 വെട്ടിക്കളയാം. 15നെയും 40നെയും 5 കൊണ്ട് ക്യാൻസൽ ചെയ്താൽ i 3 15, 8 5 40. അപ്പൊ നമ്മൾ ഈ y ഇപ്പുറത്തോട്ട് കൊണ്ടുപോകുന്നത് എന്ത് കിട്ടും? x/y ഈക്വൽ ടു 8/3 എന്ന് കിട്ടും. അതായത് x/y എന്ന് പറയുന്നത് 8:3 ആയിരിക്കും. ഓപ്ഷൻ ബി ആണ് ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, ഒരു തീവണ്ടിയുടെ ശരാശരി വേഗത 90 km/മണിക്കൂർ എങ്കിൽ ആ തീവണ്ടി 15 മിനിറ്റ് കൊണ്ട് സഞ്ചരിക്കുന്ന ദൂരം എത്ര? 90 km/h എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? ഒരു മണിക്കൂറിൽ 90 കിലോമീറ്റർ സഞ്ചരിക്കും. അങ്ങനെയാണെങ്കിൽ 90 km/h. അങ്ങനെയാണെങ്കിൽ ഇത് ഒരു മിനിറ്റിൽ എത്ര അവർ സഞ്ചരിക്കുന്നത് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? അവറിനെ മിനിറ്റിലേക്ക് മാറ്റുക. അപ്പൊ എന്ത് ചെയ്താൽ 90 km അവറിനെ മിനിറ്റിലേക്ക് മാറ്റാൻ 1 അവർ എന്ന് പറയുന്നത് 60 മിനിറ്റ് ആയതുകൊണ്ട് 90 km/60 മിനിറ്റ് എന്ന് വരും. 90ഉം 60 ക്യാൻസൽ ചെയ്താൽ 30 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 3/2 എന്ന് കിട്ടും. അതായത് എന്ത് കിട്ടും? 3/2 1.5 km/minute. ഇതിന്റെ അർത്ഥം എന്താണ്? ഒരു മിനിറ്റിൽ 1.5 കിലോമീറ്റർ സഞ്ചരിക്കും. അങ്ങനെയാണെങ്കിൽ എത്ര മിനിറ്റ് സഞ്ചരിക്കും നമ്മൾ കണ്ടുപിടിക്കേണ്ടത്? 15 മിനിറ്റ്. 15 മിനിറ്റിൽ എത്ര കിലോമീറ്റർ സഞ്ചരിക്കും എന്നറിയാനായിട്ട് 15 × 1.5. 15 × 1.5 എന്ന് പറയുന്നത് കിട്ടും 22.5 കിലോമീറ്റർ എന്ന് കിട്ടും. അപ്പൊ എന്താണ്? 15 മിനിറ്റിൽ ആ തീവണ്ടി സഞ്ചരിക്കുന്ന ദൂരം എന്ന് പറയുന്നത് 22.5 മിനിറ്റ് ആയിരിക്കും. ക്ലിയറാ? ഇനി ഇക്വേഷനിലേക്ക് പോവണ്ട. ഇക്വേഷനിലേക്ക് പോവാൻ നമുക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാം. കാരണം എന്താണ്? 90 കിലോമീറ്റർ ഒരു മണിക്കൂറിൽ 90 കിലോമീറ്റർ ഒരു മണിക്കൂറിൽ സഞ്ചരിക്കുന്നു. അപ്പൊ എന്താണ്? ഒരു മണിക്കൂർ 90 കിലോമീറ്റർ. 15 മിനിറ്റ് എന്ന് പറയുന്നത് എന്താ? ഒരു മണിക്കൂറിന്റെ 4/1. അങ്ങനെയാണെങ്കിൽ ഒരു മണിക്കൂറിൽ 90 കിലോമീറ്റർ സഞ്ചരിക്കുമെങ്കിൽ 15 മിനിറ്റ് സമയം 4/1 ആയാൽ ദൂരം എത്രയാവും? 90 ഡിവൈഡഡ് ബൈ 4 22.5 എന്ന് കിട്ടും. ഇതാണ് ഏറ്റവും എളുപ്പം. ഞാൻ മറ്റേ ഇക്വേഷൻ ഉപയോഗിച്ച് ചെയ്യുന്ന എങ്ങനെയാണ് കാണിച്ചത്. ഇങ്ങനെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ആൻസറിലേക്ക് എത്താനായിട്ട് പറ്റും. നെക്സ്റ്റ്, 1250 രൂപ
5% സാധാരണ പലിശ നിരക്കിൽ ഒരു ബാങ്കിൽ നിക്ഷേപിച്ചാൽ 1750 രൂപ കിട്ടുന്നതിന് എത്ര വർഷം വേണം? സോ ബേസിക്കലി നമ്മൾ കൊടുത്തിരിക്കുന്ന തുക എത്രയാണ്? 1250 രൂപ. അത് 5% പലിശ 5/100. സോ പ്രിൻസിപ്പൽ എമൗണ്ട് ഇൻറ്റു റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഇൻറ്റു നമ്പർ ഓഫ് ഇയേഴ്സ്. പ്രിൻസിപ്പൽ എമൗണ്ടിനെ പലിശ നിരക്ക് കൊണ്ടും എത്ര വർഷം കൊണ്ടും മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? പലിശ അഥവാ ഇൻട്രസ്റ്റ് കിട്ടും. ഇവിടെ 1250 രൂപ നിക്ഷേപിക്കുമ്പോൾ 1750 രൂപ കിട്ടുന്നുണ്ടെങ്കിൽ അവിടെ പലിശയായിട്ട് ലഭിച്ചത് 500 രൂപയാണ്. അപ്പം എത്ര വർഷം നിർമ്മിച്ചാണ്? സോ 1250 ഇൻറ്റു 5% നിരക്കിൽ n നമ്പർ ഓഫ് വർഷം കൊണ്ട് എത്ര രൂപ കിട്ടി? 500 രൂപ പലിശ കിട്ടി. ക്ലിയർ ആ? അങ്ങനെയാണെങ്കിൽ ഇവിടെ നോക്കുമ്പോൾ 1250നെയും 500നെയും 250 കൊണ്ട് ക്യാൻസൽ ചെയ്താൽ ഇവിടെ നമുക്ക് 5 കിട്ടും, ഇവിടെ നമുക്ക് എന്ത് കിട്ടും? 2 കിട്ടും. ഇനി 5 25, 25നെ 100 കൊണ്ട് വെട്ടിയാൽ നമുക്ക് എത്ര കിട്ടും? 25 ഇൻറ്റു 4 100, ഡിനോമിനേറ്റർ 4 വന്നു, 4 മുകളിലേക്ക് പോയാൽ n ഇൻറ്റു 4 8. അപ്പൊ എന്താണ് ആൻസർ എന്ന് പറയുന്നത്? 8 വർഷം ആയിരിക്കും. ആൻസർ എന്ന് പറയുന്നത് 8 വർഷം ആയിരിക്കും. അടുത്തത്, ഒരു തൊഴിലാളിയുടെ തുടർച്ചയായ 5 ദിവസത്തെ കൂലി 800, 760, 780, 750, 720 എന്നിവയാണ്. 6 ദിവസത്തെ ശരാശരി കൂലി 775 രൂപയായാൽ 6ാമത്തെ ദിവസത്തെ കൂലി എത്ര? തന്നിരിക്കുന്ന എന്താണ്? 800 രൂപ പ്ലസ് 760 രൂപ, 780 രൂപ, 750 രൂപ, 720 രൂപ, പിന്നെ 6ാമത്തെ ദിവസത്തെ കൂലിയും കൂടെ കൂട്ടുന്നതിന്റെ ശരാശരി എന്ന് പറയുന്നത് 775 രൂപയാണ്. 775 രൂപയാണ്. അങ്ങനെയാണെങ്കിൽ 6ാമത്തെ ദിവസത്തെ കൂലിയുടെ കണ്ടുപിടിക്കേണ്ടത്. അപ്പം നമുക്ക് 5 ദിവസത്തെ കൂലി അറിയാം, അതിന്റെ കൂടെ 6ാമത്തെ ദിവസത്തെ കൂലിയുടെ കൂട്ടി 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 775 രൂപ, നമുക്ക് 775 രൂപ കിട്ടുന്നു. സോ അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? 6ാമത്തെ ദിവസത്തെ കൂലിയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. മുകളിൽ തന്നിരിക്കുന്ന നമ്പറിനെ എല്ലാം കൂടെ കൂട്ടിയാൽ 800 പ്ലസ് 760 പ്ലസ് 780 പ്ലസ് 750 പ്ലസ് 720 എന്ന് പറയുന്നത് 3810 പ്ലസ് എക്സ് എന്ന് കിട്ടും. 6നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നാൽ 775 ഇൻറ്റു 6, 775 ഇൻറ്റു 6 4650. അതായത് എക്സ് എന്ന് പറയുന്നത് 4650 മൈനസ് 3810 ആയിരിക്കും. സോ നമ്മൾ 4680 നിന്ന് 3810 കുറച്ചാൽ 840 രൂപ. അതായത് 6ാമത്തെ ദിവസത്തെ കൂലി എന്ന് പറയുന്നത് 840 രൂപ. ഓപ്ഷൻ ഡി ആയിരിക്കും ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. അടുത്ത്, ഒരു സംഖ്യയുടെ 40% 160 ആയാൽ ആ സംഖ്യയുടെ 30% എത്ര? സോ ഒരു സംഖ്യ എക്സ് എന്ന് പറയുന്ന സംഖ്യയുടെ 40% 160 എന്ന് പറയുന്നത്. എക്സ് എന്ന് പറയുന്ന ഒരു സംഖ്യയുടെ 40% 160. അപ്പൊ ആ സംഖ്യ നമുക്ക് കണ്ടുപിടിക്കാം. ക്യാൻസൽ 0 ക്യാൻസൽ ആയിപ്പോയി. 4 കൊണ്ട് ഇതിനെ വെട്ടിയാൽ എന്ത് കിട്ടും? 40 എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ എക്സ് ഇസ് ഈക്വൽ ടു 10 അപ്പുറത്തോട്ട് പോകുമ്പോൾ 40 ഇൻറ്റു 10 400 എന്ന് കിട്ടും. അപ്പൊ എക്സിന്റെ വാല്യൂ എന്ത് വന്നു? എക്സിന്റെ വാല്യൂ അതായത് തുക 400 എന്ന് വന്നു. ഇനി അതിന്റെ 30% 400 ഇൻറ്റു 30/100. ഇത് രണ്ടോട് നമ്മൾ ക്യാൻസൽ ചെയ്യും. 400/100 എന്ന് പറയുമ്പോൾ 4 കിട്ടും. 3 12, 120 രൂപ എന്ന് വരും. അപ്പൊ 120 രൂപയായിരിക്കും ആ സംഖ്യയുടെ 30% എന്ന് പറയുന്നത്. അതെ, നേരെ മറിച്ച് ഇതെല്ലാം നമുക്ക് വേണമെങ്കിലും കണ്ടുപിടിക്കാം. 160 രൂപയുടെ 40%. അപ്പൊ 160 രൂപയുടെ 40% നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പം 160 രൂപയുടെ 40%. കറക്റ്റ്. സോ അങ്ങനെയാണെങ്കിൽ 30% എന്ന് പറയുന്നത് ഒരു പാർട്ട് കുറയുന്നതാവും. കറക്റ്റാ? ഫൈൻ. അതായത് 4/10, 140% എന്ന് പറയുന്നത് 4/10 എന്ന് പറയുന്നത് 160 ആണ്. കറക്റ്റാ? അങ്ങനെയാണെങ്കിൽ അതിന്റെ ഒരു പാർട്ട് എന്ന് പറയുന്നത് 40 രൂപയായിരിക്കും. അങ്ങനെയാണെങ്കിൽ അതിന്റെ 3 പാർട്ട് എന്ന് പറയുന്നത് എന്ത് വരും? 3 12 എന്ന് വരും. 3 പാർട്ട് എന്ന് പറയുമ്പോൾ 3 12, 120 രൂപ എന്ന് വരും. ഓപ്ഷന് ഇങ്ങനെ വേണമെങ്കിലും നമുക്ക് കണ്ടുപിടിക്കാവുന്നതാണ്. അടുത്തത്, 48 മൈനസ് 12 ഇൻറ്റു 3 പ്ലസ് 8 ഡിവൈഡഡ് ബൈ 10 മൈനസ് 18 ഡിവൈഡ് ബൈ 3. ഇത് ഉപയോഗിക്കേണ്ടത് ബോഡ്മാസ് റൂൾ ആണ്. ബോഡ്മാസ് റൂൾ അനുസരിച്ചിട്ട് ബ്രാക്കറ്റ് ഓഫ് ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, അഡീഷൻ, സബ്സ്ട്രാക്ഷൻ. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് പറയുന്നത് ഡിവിഷനാണ്. ഇവിടെ നമ്മൾ നോക്കി 18 ഡിവൈഡ് ബൈ 3 എന്ത് കിട്ടും? 6 കിട്ടും. ഡിവിഷൻ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നോക്കേണ്ടത് ഇവിടെ കോമൺ ഡിവിഷൻ ഉണ്ട്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം? കോമൺ ഡിവിഷൻ ചെയ്യുന്നതിന് മുമ്പ് ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും സിംപ്ലിഫൈ ചെയ്യണം. 12 3 എന്ത് വന്നു? 12 3 എന്ന് പറയുന്നത് 36.
കറക്റ്റാ? അപ്പൊ 48 മൈനസ് 36 പ്ലസ് 8 ഡിവൈഡ് ബൈ 10 മൈനസ് 6 എന്ന് കിട്ടും. 48 നിന്ന് 36 കുറച്ചാൽ 12 കിട്ടും. 12 പ്ലസ് 8 ഡിവൈഡ് ബൈ 10 നിന്ന് 6 കുറച്ചാൽ 4 കിട്ടും. 12 8 എന്ന് പറയുമ്പോൾ 20, 20 ഡിവൈഡ് ബൈ 4 എന്ന് പറഞ്ഞാൽ 5. സോ ഓപ്ഷൻ ബി ആയിരിക്കും ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് മാത്സ് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് റീസണിംഗ് പാർട്ടിൽ ചോദിച്ച ചോദ്യങ്ങളൊക്കെ വളരെ നിലവാരം പുറത്തുന്ന ചോദ്യങ്ങളായിരുന്നു. എക്സ്പ്ലനേഷൻ ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ക്ലാരിറ്റി ആവശ്യമുണ്ടോ എങ്കിൽ അത് കമന്റ് സെക്ഷനിൽ ചോദിക്കുക. ആസ് എ ടോക്കൺ ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ്, പ്ലീസ് ലൈക്ക് ടു ദിസ് പർട്ടിക്കുലർ വീഡിയോ, ഷെയർ വിത്ത് യുവർ ഫ്രണ്ട്സ്, സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. Keep watching, keep learning. Thanks for watching. Bye.